സംസാരിക്കുന്നതും അഖിൽമാരാർ നിലപാടില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ടാണ്. അത് ടാർഗറ്റഡ് ആയിട്ട് അഖിൽമാരാർ എന്ന വ്യക്തിത്വത്തിൽ അത് ഇപ്പോൾ ഇതിനു മുൻപ് ഇനി അത് എന്ന് പറഞ്ഞ് നിർത്തിയപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മളെ രാജാക്കണ്ണനെ വെച്ചിട്ട് ഇനി അടുത്ത ട്രോൾ വരുമെന്ന് ഞാൻ തന്നെ ചിന്തിച്ചു. കട്ട് ചെയ്ത് പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇന്നലകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങൾക്കും സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങളാണെന്നും അത് ഞങ്ങളെ ബാധിക്കുന്നുവെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നി തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുവൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, അവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയണമെങ്കിൽ അവൻ ഈ പറയുന്നതൊക്കെ മാറ്റി പറയും എന്ന് പറയുന്നതാണ്. ആക്ച്വലി നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കില്ല, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, ഈ പറഞ്ഞത് മാറ്റി പറയുക എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങൾ വരണമല്ലോ. ഒന്ന് ആദ്യം പറയുന്നത്, എന്നിട്ട് അതേ വിഷയത്തിൽ അഭിപ്രായം മാറ്റി പറയുന്നത്. അഭിപ്രായങ്ങളൊക്കെ നമുക്ക് മാറ്റാം. കാര്യം അതാണ് ഞാൻ കുറച്ച് മുമ്പ് അതാണ് ഈ ചർച്ചയിൽ പോലും പറഞ്ഞത്. ഒരാൾ നമ്മളോട് ഇപ്പം ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ നിങ്ങൾ എൻ്റെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറുമ്പം തിരിച്ച് സ്നേഹത്തോടെ പെരുമാറുന്നതും നീ എന്നെ തെറി വിളിച്ചാൽ തിരിച്ച് പെരുമാറുന്നതും ഒക്കെ വ്യത്യാസമാണ്. ഒരു മനുഷ്യൻ്റെ അഭിപ്രായങ്ങളൊക്കെ മാറും. പക്ഷേ ഏത് വിഷയം, ഞാൻ ബി ജെ പിയിൽ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ജെ പിക്ക് വിഭാഗീയത ഉണ്ടെന്നും ബി ജെ പി മനുഷ്യരെ മതപരമായി ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ എടുത്ത് നോക്കുക, അതിൽ ഞാൻ അത് തന്നെ പറഞ്ഞേക്കുന്നത്. ഞാനത് അങ്ങനെ അതായത് ആ അഭിപ്രായം മാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ വീണ്ടും പറയുന്നു, രാമക്ഷേത്രത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ പോകില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് ക്ഷേത്രത്തിൽ പോകാതിരിക്കുന്ന ആളല്ല ഞാൻ കൊട്ടാരക്കര ഗണപതി പോകും, അല്ലെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകും. പക്ഷേ രാമക്ഷേത്രത്തിൽ പോകാത്തത് അത് മുസ്ലിങ്ങൾക്ക് വേദന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞ അഭിപ്രായങ്ങളിൽ യഥാർത്ഥത്തിൽ നിലപാടുകളിൽ ഉറച്ചു നിന്ന ആളാണ്. പക്ഷേ അഭിപ്രായങ്ങൾ മാറും. അത് വ്യക്തികളെക്കുറിച്ച് പറയുന്ന അഭിപ്രായം മാറും. പിന്നെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളൊരു മത്സരത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞാലേ മത്സരിക്കാൻ പറ്റുമോ. അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം, ഒരു സാധ്യതയും ഇല്ലാത്തൊരു പ്രദേശത്താണ് നമ്മൾ മത്സരിക്കുന്നത്. അവിടെ നമ്മൾ ഒരാൾക്കൊരു കോൺഫിഡൻസിൽ ഒരു പൊടി പുറകോട്ട് പോയാൽ ഞാൻ മാറിക്കഴിഞ്ഞാൽ ഇവർ വീട്ടുകാർ വോട്ട് പിടിക്കണ്ടേ, ഓരോ പ്രവർത്തകനും നമുക്ക് വേണ്ടി പ്രസ്താവന കൊടുക്കണ്ടേ, ഇവർ പോവില്ല. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു പ്രതീക്ഷ കൊടുക്കണമെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് സംസാരിച്ച രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെയാണ് നിലപാടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അതിന് നിലപാടെന്നൊക്കെ പറയുകയാണ്. ഇപ്പം ആ ചർച്ചയ്ക്കിടെ, ഈ ജനകീയ കോടതിയിലെ ചർച്ചയിലിടെ സിസോ ഹെയർ കെയർ പ്രസൻറ്റ് എന്തോ പറഞ്ഞുകൊണ്ട് ഹാഷ്മി സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഹാഷ്മിക്ക് തെറ്റിയപ്പോൾ ഹാഷ്മി തെറ്റി നമുക്ക് ഒന്നും എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അതെന്താ ഹാഷ്മി പെട്ടെന്ന് മാറ്റി പറയാൻ പോയത്? അപ്പോൾ ഹാഷ്മി പെട്ടെന്ന് പറഞ്ഞു, ഞാൻ തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞു, അതാണ് തെറ്റിപ്പോയാൽ മാറ്റി പറയണം, തെറ്റ് പറ്റിയതെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറ്റി പറയണം. ഇത് ഞാൻ അവിടെ നിന്നൊരു തമാശയായിട്ട് ഹാഷ്മി എടുത്ത് പറഞ്ഞതാണ്. അപ്പം നമുക്ക് തെറ്റെന്ന്, ഇപ്പോൾ ഞാൻ 2020 ചേർന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ വിചാരിച്ചത് പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവർ ദേശീയ മുന്നണിയുമായിട്ട് ചേരുമ്പോൾ അവരവരുടെ രാഷ്ട്രീയം വലുതാക്കാനും അവരുടെ ജനക്ഷേമ പദ്ധതികൾ, ഇപ്പം കിഴക്കമ്പലത്ത് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ജനക്ഷേമ പദ്ധതികളെ കേരളം മുഴുവൻ എത്തിക്കാനും അവർ ശ്രമിക്കുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. പക്ഷേ എൻ്റെ ആ ചിന്ത തെറ്റിപ്പോയി. അല്ലാതെ ഇപ്പോൾ കൊട്ടാരക്കരയൊക്കെ എന്നെ ചതിച്ചതാണെന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ സത്യമുണ്ട്. കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് പറഞ്ഞാൽ തന്നെയാണ് ഞാൻ പോകുന്നത്. അത് പോട്ടെ, ഞാൻ അന്ന് പരാതി പറഞ്ഞില്ല. തൃപ്പൂണിത്തറ സീറ്റ് പോലത്തെ എ ക്ലാസ് സീറ്റിൽ അവർ നമ്മളെ നിർത്തിയില്ല, അതും പോട്ടെ. തൃക്കാക്കര ഞാൻ മത്സരിച്ചല്ലോ, അത് യാഥാർത്ഥ്യമാണല്ലോ. ആ മത്സരിച്ചതിന് ശേഷം ഞാൻ പരാതി പറഞ്ഞില്ലല്ലോ. എപ്പോഴാണ് പരാതി പറയേണ്ടി വന്നത്? തുടർച്ചയായി 3 മാസം ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ടും മെസ്സേജുകൾ അയച്ചിട്ട് റിപ്ലൈ തരാത്തതുകൊണ്ടും എന്താണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനം എന്ന് ചോദിച്ച് പറയുമ്പോഴൊക്കെ തന്നെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് അവഗണന നേരിടേണ്ടി വന്നപ്പോഴാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്. സെയിം ആക്ച്വലി മേജർ റിവ്യൂവിനോട് പറഞ്ഞിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ലെന്ന്. അപ്പോൾ ഇത് നമുക്ക് തോന്നും, നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട ഒരു പാർട്ടിയുടെ ആൾക്കാർ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് വിലതരാതിരിക്കും, പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നും. സെയിം സമയത്ത് നമ്മൾ ബി ജെ പിയുടെ ഭാഗമാകുന്നു എന്നുള്ളത് കൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന തെറിയും. 2, നമ്മളുടെ ഫിനാൻഷ്യൽ അച്ചീവ്മെൻറ്റുകളെ നമ്മൾ സന്തോഷപൂർവ്വം കാണിക്കാൻ ശ്രമിച്ചാൽ അവിടെ വരുന്ന ആരോപണം തെരഞ്ഞെടുപ്പിൽ നിന്ന് പൈസ കിട്ടിയതുകൊണ്ടാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പാർട്ടി ഉപേക്ഷിച്ചപ്പോൾ ഞാൻ പറയേണ്ടി വന്നത്, എനിക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ഇന്നൊരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 3 മുതൽ 5 കോടി വരെ ചിലവാകും. അതിൻ്റെ 3-1 പോലും തൃക്കാക്കര മണ്ഡലത്തിൽ ചിലവഴിച്ചിട്ടില്ല. പിന്നെ ഈ ചിലവഴിച്ച പൈസ പാർട്ടിയാണ് ചിലവഴിച്ചത്. തുടക്കത്തിൽ ഞാൻ ചിലവാക്കിയ പൈസകൾ എനിക്ക് തിരിച്ചു തന്നു എന്നൊക്കെ അന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട്. ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരു സാധനം ഇഷ എന്നെ വീട്ടിലേക്ക് ഒരു പാലാച്ചിന് വിളിക്കുന്നു. നീ വിളിച്ചാൽ വരിക എന്നുള്ളത് എൻ്റെ മര്യാദയാണ്. നീ അവിടെ വരുമ്പോൾ നമ്മളെ മാന്യമായി ട്രീറ്റ് ചെയ്യുന്നുള്ളത് നമ്മുടെ ധാരണയാണ്. അകത്ത് വിളിച്ചിട്ട് ചായ തരുന്നതിന് പകരം ചാണകവെള്ളം കോരി പുറത്തൊഴിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കുഴപ്പമില്ല. ഞാൻ നമ്മളാ പരിപാടിക്ക് പോകുന്നതിന് ഒന്നിൻ്റെ ഈ അഗ്നിപരീക്ഷ ഷൂട്ടൊക്കെ ഇട്ടിരിക്കുന്ന തൊണ്ട ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തമാശയുടെ കാശ്മീർ എടുത്ത് പറഞ്ഞു, കിടന്ന് വെള്ളം വയ്ക്കരുത്, എനിക്ക് തൊണ്ട വയ്യ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറയുന്ന കാര്യങ്ങൾ പണ്ടത്തെ കൂട്ട് എന്നെ കൊണ്ട് ലൈവ് ഇടിപ്പിച്ചിട്ട് 2ാമത് അൻകട്ട് ഇടിക്കരുത്. പക്ഷേ ഞാൻ ആക്ച്വലി 1.25 മണിക്കൂർ ഞാൻ ഹാഷ്മിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ആദ്യത്തെ ഭാഗത്തിൽ 1.25 മണിക്കൂർ സംസാരിക്കുന്നത്. ഈ 1.25 മണിക്കൂറിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 40 മിനിറ്റാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഭാഗം കാണിച്ചിട്ടുള്ളത്. ആ 40 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ജിൻഡോയുടെ എൻട്രിയാണ്.
പിന്നെ ഇതിനകത്ത് രസകരമായ ഒരു സത്യം എന്ന് പറയുന്നത്, ഞാൻ NDA വിട്ടു വന്ന ഒരാളാണ്. അതായത് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല, അദ്ദേഹം മുന്നോട്ട് പോകാൻ പൊളിറ്റിക്കലി ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ചിന്തയിലാണ് നമ്മൾ മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം പറയുമ്പം അതിനെ അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് വേണ്ടിയിട്ടില്ല. ഞാൻ BJPയുടെ പാളയം വിട്ട് പുറത്ത് വരുമ്പോൾ ഒരിക്കലും എന്നെ ഡിഫെൻഡ് ചെയ്യാനൊരു കോൺഗ്രസ്സുകാരൻ്റെ ആവശ്യമില്ല. കാര്യം അതിനെ കോൺഗ്രസ്സുകാർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അത്. ഞാൻ കാര്യം എത്രയോ വർഷങ്ങളായിട്ട് സാബു ജേക്കബിനെ കുറ്റം പറയുന്ന ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. മാത്രമല്ല സാബു ജേക്കബ് BJPയിലേക്ക് പോയപ്പോൾ അതിൻ്റെ കാരണം ED അന്വേഷണം പേടിച്ചിട്ടാണെന്നും നരേന്ദ്രമോദിയുടെ കൂടെ സെറ്റിൽമെൻറ്റ്, അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അതേ ഒരു കോൺഗ്രസിൻ്റെ വക്താവാണ് വന്നിരുന്നിട്ട് എന്നെ എതിർക്കാൻ വേണ്ടി വരുന്നത്. അപ്പം വിഷയങ്ങളിൽ നിന്ന് മാറി വ്യക്തിവിരോധത്തിലേക്കും പരിഹാസത്തിലേക്കും പോയെന്ന് എനിക്കത് പ്രശ്നമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഒരു TV പ്രോഗ്രാം അതവിടെ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അഖിൽ മാരാർ ഹാഷ്മിയെ തേച്ചൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ജനകീയ കോടതിയിൽ ട്രോള് വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ തിരിച്ചു, അഖിൽ മാരാരെ തേച്ചൊട്ടിച്ച് ഹാഷ്മി. അന്ന് ഹാഷ്മിയെ തേച്ചൊട്ടിച്ചു എന്ന് പറഞ്ഞതും എനിക്കാരും പൈസയൊന്നും തന്നില്ല, എന്നെ ജീവിക്കാനുള്ള പ്രത്യേകിച്ച് മാർഗ്ഗം ഉണ്ടായില്ല. കുറച്ച് പേര് വിളിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ കുറേ ട്രോളുകളുണ്ടായി. ഈ പ്രാവശ്യം തിരിച്ച് കുറേ ട്രോളുകളുണ്ടായി. ഇത് രണ്ടും നമ്മളെ ബാധിക്കുന്നില്ല. ഇപ്പോൾ നല്ലത് പറയുന്നത് നമ്മളെ ബാധിക്കുന്നില്ല, മോശം പറയുന്നത് നമ്മളെ ബാധിക്കുന്നില്ല. അതേസമയം നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു തെറ്റ് ഞാൻ ചെയ്തതിൻ്റെ പേരിലോ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കരിയർ അവസാനിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പറ്റി പാളിച്ചയിൽ നിന്നാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ എതിരെ വന്നേക്കുന്നത് നിയമപരമായിട്ടുള്ള രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളാണ്. ഇത് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഇപ്പോൾ ചിലർ പറയും അഖിൽ മാരാരെ ബിഗ് ബോസിൽ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ അഗ്നിപരീക്ഷയിൽ പുള്ളി കൊള്ളാം, പക്ഷേ പുള്ളിയുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറയും. ഇത് ആരാ പറയുന്നത്? ഇത് പറയുന്നത് അവന് രാഷ്ട്രീയം ഉണ്ടായതുകൊണ്ടാണ്. അവനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും, അവനൊരു കോൺഗ്രസ്സുകാരനായിരിക്കും, അവനൊരു BJPക്കാരനായിരിക്കും. സ്വാഭാവികമായിട്ടും എതിർ രാഷ്ട്രീയത്തെ ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളോട് അങ്ങനെ സംസാരിക്കും. നമുക്ക് തന്നെ അതൊരു വിരോധ കാര്യം. VD സതീശൻ എന്ത് നല്ലത് ചെയ്താലും കമ്മ്യൂണിസ്റ്റുകാർ നല്ലതെന്ന് പറയും, നരേന്ദ്രമോദി എന്ത് നല്ലത് ചെയ്താലും കോൺഗ്രസ്സുകാർ നല്ലതെന്ന് പറയും. അപ്പോൾ ഇവിടെ നല്ലത് ചെയ്യുക എന്നുള്ളതല്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർ നല്ലതെന്ന് പറയും, അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവർ മോശമെന്ന് പറയും. അല്ല, ഇപ്പം ഏറ്റവും കൂടുതൽ ശരിക്കും വരുന്നത് വെച്ചാൽ അഖിൽ മാരാർ നിലപാടില്ലാത്തവനാണ് എന്ന് ഭയങ്കരമായിട്ട് ടാർഗറ്റഡ് ഫീല്. അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവർക്ക് കുറേ നാളുകളായിട്ട് നമ്മുടെ വിഷയങ്ങളിൽ ഒരു സെക്കൻഡ് അല്ല, അത് 100% ഇപ്പോൾ അത് നമുക്ക് റിഫ്ലക്ട് ചെയ്തല്ലോ. പലരും പറഞ്ഞത് ഓണത്തിനിറങ്ങിയ സൂപ്പർ ഹിറ്റ് പടം പോലെ കണ്ട് ആസ്വദിച്ചെന്നാണ് പറഞ്ഞത്. എൻ്റെ പൈസ അവർക്ക് കിട്ടി. ഞാൻ ജനകീയ കോടതിയിൽ ഞാൻ പണം വാങ്ങിപ്പോയ ആളല്ല. കാര്യം ജനകീയ കോടതി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനത്തെ പ്രോഗ്രാമല്ലല്ലോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എന്നെ ആൾക്കാരെ എതിർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എതിർക്കുമ്പോഴാണല്ലോ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നത്. അനുകൂലിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഒന്നും പറയാനില്ല. അഖിലേട്ട ഹായ് എന്ന് പറയുന്ന ഒരാളടുത്ത് കാര്യമില്ല, സംസാരിക്കുന്നതിന് അർത്ഥമില്ല. കൂടി പോയൊരു സെൽഫി, അതിനപ്പുറത്തേക്ക് ഒരാൾ നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയായില്ലല്ലോ എന്ന് പറയുമ്പോഴല്ലേ ആ വിഷയത്തിൽ എന്തുകൊണ്ട് എനിക്കങ്ങനെ ഇടപെടേണ്ടി വന്നതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന അർത്ഥമുള്ളൂ. അതുകൊണ്ട് തന്നെ ഹാഷ്മി ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് ഞാൻ വരാം. ആക്ച്വലി അഗ്നിപരീക്ഷയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ എനിക്ക് യഥാർത്ഥത്തിൽ 1-2 ദിവസത്തെ ഗ്യാപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് പനിയുണ്ട് എനിക്ക്. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. ഞാൻ അങ്ങോട്ട് വിളിച്ചു. ആദ്യം ഹാഷ്മി എന്നെ 1-ാം തീയതി ചോദിച്ചു ഡേറ്റ്. അപ്പോൾ 1-ാം തീയതി എനിക്ക് ഡേറ്റ് 5-ാം തീയതി. ഞാൻ പിന്നെ വിളിച്ചിട്ട് 5-ാം തീയതിയോ മറ്റേ ഞാൻ പോയ ദിവസം ഞാൻ ഫ്രീ ആണ്, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങോട്ട് വിളിച്ചിട്ടാണ്. അതിപ്പം നമ്മളെ മര്യാദ കാണും. അല്ല, ഇപ്പം ഈ അഗ്നിപരീക്ഷ ഭയങ്കര സക്സസ് ആയിട്ട് പോവാണ്, ഗംഭീരമായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള അത്. പക്ഷേ ആക്ച്വലി അത് ആ ഷോ കംപ്ലീറ്റ് കഴിയുമ്പോഴാണ് ആ ചർച്ചയ്ക്ക് പ്രസക്തി. നമ്മളെ ലക്ഷ്യം എന്താ? നമ്മൾ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്ക് കയറാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 40 പേരിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരെ ആണോ ഞങ്ങൾ ബിഗ് ബോസിനുള്ളിലേക്ക് കയറ്റിവിട്ടത്? അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതിന് ഉത്തരത്തിന് കാര്യമില്ല. അല്ലാതെ ഓരോ ദിവസത്തെ എപ്പിസോഡ് കണ്ടിട്ട് അത് ശരി ഇത് തെറ്റ് അതിലൊരു കാര്യമില്ല. ഞാൻ വിചാരിക്കും ഓരോ പിള്ളേരെ വിറ്റാകുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇന്നലകളിലെ കോമണേഴ്സ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ റണ്ണറപ്പായ അനീഷിനേക്കാളും എത്രയോ മികച്ചവരാണ് ഈ നിൽക്കുന്ന അവസാനത്തെ 12 പേരെന്നൊക്കെ നമുക്ക് തന്നെ തോന്നും. അപ്പം വെളിയിൽ ഇന്നലകളിൽ ഷോ കണ്ടിട്ടുള്ള ആൾക്കാർ വിചാരിക്കും അത് എവിക്റ്റായി പോയ ഓരോരുത്തരെ താരതമ്യം ചെയ്തത് ഇന്നലകളിൽ ബിഗ് ബോസിൽ വന്ന കോമണേഴ്സുമായിട്ട് താരതമ്യം. അപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് അവർ ചിന്തിക്കും. അല്ലെങ്കിൽ ഇന്നലകളിൽ ബിഗ് ബോസിൽ വന്നിട്ടുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള അവരുടെ അകത്തെ പെരുമാറ്റം വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടും ബെറ്ററാണ് 40 പേരിലെ പലരും. പക്ഷെ അവരെ നമുക്ക് അങ്ങനെ കയറ്റിവിടാൻ പറ്റത്തില്ല. കാര്യം മറ്റുള്ളവരെയൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് റീഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ സ്വഭാവം എന്താണ്, അവരെങ്ങനെ സർവൈവ് ചെയ്യും, ഓരോ വിഷയത്തിൽ എന്താണ് അവർ സംസാരിച്ചിട്ടുള്ളത്. പുതിയ ആൾക്കാരെ സംബന്ധിച്ച് നമുക്കവരെ പഠിക്കണ്ടേ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതൊരു റിയാലിറ്റി ഷോ എന്നതിനേക്കാൾ ഉപരി ഇതൊരു ഓഡിഷൻ പ്രോസസ്സാണ്. ഇതാരും കാണാതെ നടത്തിയിട്ട് വേണമെങ്കിൽ 2 പേരെ നമുക്ക് ബിഗ് ബോസിൽ കയറ്റിവിടാം. പക്ഷേ ഈ 40 പേരും ഒറ്റ ദിവസത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് തന്നെ വൈറലായി. അവരൊക്കെ അത്രയും റീച്ച് കിട്ടിയല്ലേ, അവർക്ക് അത്രയും റീച്ച് കിട്ടി. അതൊരു നമുക്ക്
പൊതുമധ്യത്തിൽ ചെറിയൊരു ചർച്ചയായിട്ട് വന്നിട്ടുണ്ട്, അവളോടൊക്കെ അത്ര കാണിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. അല്ല ഇന്ന് ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ അവിടെ അവരെ ഇരുത്തുന്നു. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ചൂടാവുമ്പോൾ ഇവരുടെ ഇമോഷൻസ് എത്രത്തോളം ഇവർക്ക് കപ്പാസിറ്റി ഉണ്ട്, ഇതാണല്ലോ നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജഡ്ജസ് ആയാലും കണ്ടസ്റ്റൻറ്റുകൾക്കിടയിൽ നടക്കുന്ന വിഷയങ്ങളായാലും ഇപ്പോൾ നമ്മൾ 4 മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് മൊത്തത്തിൽ. ഇതിൽ 1 മണിക്കൂറാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് 1 മണിക്കൂറിലേക്ക് ചുരുക്കുന്നത് വെച്ചാൽ ഈ ബാക്കിയുള്ള സമയം നമ്മൾ ഇവരുടെ ക്യാരക്ടർ റീഡ് ചെയ്യുക. ഇതെല്ലാം ടി വിയിൽ കാണിക്കാനുള്ളതല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മെനഞ്ഞാന്ന് ടെലികാസ്റ്റ് ചെയ്തൊരു എപ്പിസോഡിൽ ഒരു സമയത്തിൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തിൻ്റെ ടാസ്ക് എങ്ങനെ കളിക്കണമെന്ന് ഞാൻ ഷോയിൽ കുട്ടികളോട് ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പം ഞാനായിരുന്നെങ്കിൽ ആദ്യത്തെ ടീമിലെ 8 പേരെയും ഓരോ സെക്കൻഡ് വീതം അടിച്ചിട്ട് അതിനുശേഷം ഞാൻ വന്നിരുന്ന് ജനഗണമന ചൊല്ലുമെന്ന് പറഞ്ഞു. ജനഗണമന 52 സെക്കൻഡാണ്. ജനഗണമന കറക്റ്റായിട്ട് ചൊല്ലിയാൽ 52 സെക്കൻഡ് കൊണ്ട് ചൊല്ലണം. അപ്പോൾ 60 സെക്കൻഡിലേക്ക് എത്തുന്ന ഒരു ടാസ്കിൽ നമ്മൾ എങ്ങനെ കളിക്കണം എന്നത് നമുക്കൊരു സെൻസ് ഉണ്ടാവണം. അപ്പം ഞാനാണ് ഏതെങ്കിലും ഒരു ടീം ക്യാപ്റ്റൻ എങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യും, ജനഗണമന കുറച്ച് ഫാസ്റ്റായിട്ട് അങ്ങ് ചൊല്ലി തീർത്താൽ പോലും ഒരു 50 സെക്കൻഡ് കിട്ടും. ഈ 50 സെക്കൻഡ് കിട്ടിയാൽ ബാക്കി നിങ്ങൾ എല്ലായിടത്തും പറയും ആദ്യം ഞാൻ വന്ന് ജനഗണമന ചൊല്ലിയിട്ട് 50 സെക്കൻഡ് ആയിട്ട് ഞാൻ പറയും നിങ്ങൾ ഇമ്മീഡിയറ്റ് വന്ന് ടക്ക് അടിച്ചിട്ട് പോകാൻ പറയും. അപ്പോൾ ഇത് ഞാൻ ഷോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഞാൻ തന്നെ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് അത് അവർക്ക് വേണ്ടത് ടെലികാസ്റ്റ് ചെയ്യും. അത് ഷോയ്ക്ക് എന്താണോ വേണ്ടത് ടെലികാസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് ഇപ്പോൾ കുട്ടികൾക്ക് പരാതി ഉണ്ടായേക്കാം, പക്ഷെ അവർക്ക് തന്നെ അറിയാം നമ്മളവിടെ ഇടപെട്ടിട്ടുള്ളതൊക്കെ എന്തിനാണ്. ഇപ്പം